ഇന്ത്യയിൽ നിന്ന് പോയിട്ടുള്ള ഡെലിഗേഷനുകളിൽ ഒരെണ്ണത്തിനെ നയിക്കുന്നത് ശ്രീ ശശി തരൂർ MP ആണ്. അദ്ദേഹം കോൺഗ്രസിൻ്റെ ബാനറിൽ മത്സരിച്ച് തിരുവനന്തപുരത്ത് നിന്ന് ജയിച്ച MP ആണ്. അപ്പോൾ അദ്ദേഹത്തിനെ ഇതിലേക്ക് തിരഞ്ഞെടുക്കാൻ യഥാർത്ഥത്തിൽ കോൺഗ്രസ് ഒരു ലിസ്റ്റ് കൊടുത്തില്ല. ആ കാര്യത്തിൽ കോൺഗ്രസ് കൊടുത്തിരുന്ന ലിസ്റ്റ് യഥാർത്ഥത്തിൽ വേറെ ഒരു 4 പേരുടെ പേരാണ്. അപ്പോൾ ഇവിടെ ശശി തരൂരും മനീഷ് തിവാരി തുടങ്ങിയ ആളുകളെയൊക്കെ സെൻട്രൽ ഗവൺമെൻറ് നേരിട്ട് അവർ എടുത്തു എന്നുള്ളതാണ്. അപ്പോൾ ഇത് പോകുന്നതിന് സമയത്ത് അതൊരു വലിയ ഒച്ചപ്പാടൊക്കെ ഉണ്ടാക്കി. ഒരു രാഷ്ട്രീയ പാർട്ടിയോട് ചോദിച്ചു, ആ പാർട്ടിയുടെ പെർമിഷൻ ഇല്ലാതെ കൊണ്ടുപോകാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞു. ഒരർത്ഥത്തിൽ ഒരു രാഷ്ട്രീയ അച്ചടക്കത്തിന് ഏതാണ്ട് എതിരാണ് അത് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. പക്ഷേ ശ്രീ ശശി തരൂരിൻ്റെ അഭിപ്രായം എന്ന് പറയുന്നത് രാജ്യത്തിന് ഒരു കാര്യമാണ്, അതിനുവേണ്ടി എന്നെ വിളിച്ചാൽ ഞാൻ പോകും. ആ ഒരു കാഴ്ചപ്പാടാണ് അദ്ദേഹം എടുത്തത്. അദ്ദേഹം വെറും ഒരു രാഷ്ട്രീയക്കാരനായിട്ട് അവിടെ മാറിയില്ല. യഥാർത്ഥത്തിൽ ശശി തരൂർ ഒരു രാഷ്ട്രീയക്കാരനല്ല, ഒരു ബുദ്ധിജീവി എന്നുള്ള നിലയ്ക്ക് യഥാർത്ഥത്തിൽ മാത്രമല്ല വിദേശ നയങ്ങളും അങ്ങനെയുള്ള കാര്യങ്ങളും ഒക്കെ അറിയാവുന്നുണ്ട്. UN-ലുള്ളൊക്കെ അദ്ദേഹത്തിൻ്റെ വർഷങ്ങളായിട്ടുള്ള പ്രവൃത്തി പരിചയമൊക്കെ വെച്ച് അദ്ദേഹത്തെ കോൺഗ്രസ് അതിൽ ചേർത്ത് MP ആക്കി മന്ത്രിയൊക്കെ ആക്കി വിട്ട ആളാണ്. അപ്പോൾ അദ്ദേഹത്തിന് അങ്ങനെ പെരുമാറാനും പറ്റുള്ളൂ. അദ്ദേഹം പനാമ സിറ്റിയിൽ ഒരു പ്രസംഗം നടത്തി. അപ്പോൾ ആ പനാമ സിറ്റി നടത്തിയ പ്രസംഗം എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ജോലി എന്ന് പറയുന്നത് ഈ ഓപ്പറേഷൻ സിന്ദൂർ അതിനെ ന്യായീകരിക്കുക എന്നുള്ളതാണ് ഈ ഡെലിഗേഷനുകൾ കൊണ്ടെല്ലാം കേന്ദ്ര ഗവൺമെൻറ് ഉദ്ദേശിച്ചത്. മാത്രമല്ല നമ്മുടെ രാജ്യം ഉദ്ദേശിച്ചത് എന്ന് തന്നെ പറയണം. കാരണം ഇത് ആ വിദേശ രാജ്യങ്ങളിൽ നിന്ന് നമുക്ക് അതിനുള്ള സപ്പോർട്ട് വാങ്ങിയെടുക്കുക. പാകിസ്ഥാൻ അല്ലെങ്കിൽ അത് വേറെ വിധത്തിൽ ചിത്രീകരിക്കും. അവരുടെ രാജ്യത്ത് നമ്മൾ കടന്ന് കയറി ആ വലിയ ബഹളം ഉണ്ടാക്കി, നമ്മൾ അവരുടെ നാശം ചെയ്തു, അവരെ ആക്രമിച്ചു എന്നൊക്കെ പറഞ്ഞ് ഒരു തെറ്റിദ്ധാരണ ലോക രാഷ്ട്രങ്ങളുടെ മുമ്പിൽ അന്താരാഷ്ട്ര തലത്തിൽ ഉണ്ടാക്കും എന്നുള്ളതിനെ മറികടക്കാനാണ് യഥാർത്ഥത്തിൽ ഇങ്ങനെയുള്ള ഡെലിഗേഷനുകളെ വിടുന്നത്. അതിൽ ഒരു ഡെലിഗേഷൻ കനിമൊഴിയാണ്, DMK-യുടെ കനിമൊഴിയാണ് ഒരെണ്ണം നയിക്കുന്നത്. ഇത് ഈ രീതിയിൽ പലരും, അതുപോലെ തന്നെ സുപ്രിയ സുലെ ആണ്, ശരത് പവാറിൻ്റെ മകള് സുപ്രിയ സുലെയാണ് ഒരു ഡെലിഗേഷനെ നയിക്കുന്നത്. ഇങ്ങനെ ഈ രീതിയിലൊക്കെ ഉള്ള കാഴ്ചപ്പാടോടുകൂടിയാണ് എല്ലാവരും പോകുന്നത്. അപ്പോൾ അങ്ങനെ പോയി കഴിഞ്ഞപ്പോൾ അതിനകത്ത് യഥാർത്ഥത്തിൽ ഒരു വിവാദം ഉണ്ടാക്കേണ്ട കാര്യം ഉള്ളതല്ല. പക്ഷേ അത് അവസാനം വിവാദമായിട്ട് മാറി എന്നുള്ളതാണ് നമുക്കിവിടെ കാണാനുള്ളത്. ഇനി ഇത് കഴിഞ്ഞപ്പോഴോ എന്നാൽ അതങ്ങ് വിട്ടു, അതിൻ്റെ പുറകെ നടക്കേണ്ട കാര്യമുണ്ടോ? ഒരാൾ സംസാരിക്കുമ്പോൾ ചിലപ്പോൾ ചില തെറ്റുകളൊക്കെ വന്നെന്നിരിക്കാം. ഉദാഹരണമായിട്ട് ശ്രീ ശശി തരൂർ അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ അവിടെ പ്രസംഗിച്ചപ്പോൾ പറഞ്ഞു, ഫോർ ദ ഫസ്റ്റ് ടൈം, അതായത് ആദ്യമായി, അത് ഹിന്ദു ഒക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, ആദ്യമായി ഈ ലൈൻ ഓഫ് കൺട്രോൾ കടന്ന് നമ്മൾ പാകിസ്ഥാനിൽ എന്നെ ആക്രമിച്ചതെന്ന് പറയുന്നത്, ഭീകരത്താവളങ്ങൾ ആക്രമിച്ചത് 2016 എന്ന് അദ്ദേഹം പറഞ്ഞു. യഥാർത്ഥത്തിൽ അതൊരു ഫാക്ച്വലി അത് ഇൻകറക്റ്റാണ്, ശരിയല്ല. കാരണം അതിനു മുമ്പ് നമ്മൾ 1971 ബംഗ്ലാദേശ് യുദ്ധം, അത് കഴിഞ്ഞതിന് ശേഷം 1999 കാർഗിൽ വാർ, ഇതിലൊക്കെ ലൈൻ ഓഫ് കൺട്രോൾ നമ്മൾ കടന്നിട്ടുണ്ട്, അതിലൊന്നും സംശയമൊന്നുമില്ല. അപ്പോൾ അങ്ങനെ ഉണ്ട്. അതുകൊണ്ട് അത് ഫസ്റ്റ് ടൈം എന്ന് പറഞ്ഞതിനകത്ത് ഒന്ന് തെറ്റിപ്പോയി എന്നുള്ളതൊരു പ്രശ്നമുണ്ട്. അത് കഴിഞ്ഞ് അദ്ദേഹം ബാക്കി പറഞ്ഞേക്കുന്ന അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങൾ അത് വലിയ വിവാദമായിട്ട് അദ്ദേഹം BJP-യുടെ സ്പോക്സ് പേഴ്സണായിട്ട് സംസാരിക്കുകയാണ് എന്നൊക്കെ പറയുന്നു. അത് ഞാൻ ഒന്ന് പറഞ്ഞുതരാം നിങ്ങൾക്ക്. അത് ANI റിപ്പോർട്ട് ചെയ്തേക്കുന്നതാണ്. സം വിമൻ ക്രൈഡ് ഔട്ട് ടു ദ ടെററിസ്റ്റ്, കിൽ മീ ടു, ആൻഡ് ദേ സെഡ് നോ, ഗോ ബാക്ക്, ടെൽ വാട്ട് ഹാപ്പൻ ടു യു. അതായത് കുറച്ച് സ്ത്രീകൾ പറഞ്ഞു, അതിൽ എന്നെയും കൂടെ കൊന്നുകളാം എന്ന് ആ ടെററിസ്റ്റുകളുടെ അടുത്ത്, ഭീകരരുടെ അടുത്ത് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞില്ല, വേണ്ട, നീ തിരിച്ചു പോയിട്ട് അവിടെ ചെന്ന് പറയാൻ, നിൻ്റെ രാജ്യത്ത് നിനക്ക് സംഭവിച്ചത് എന്താണെന്ന് പറയാൻ പറഞ്ഞു. വി ഹേർഡ് their cries and India decided that the color of the sindoor, the vermilion color on the forehead of our women, will also match the color of the blood of the killers, the perpetrators, the attackers. അതായത് അപ്പോൾ പറഞ്ഞപ്പോൾ ആ കരച്ചിൽ ഞങ്ങൾ കേട്ടു.
ആ കരച്ചിൽ ഇന്ത്യ കേട്ടു. ഇന്ത്യ തീരുമാനിച്ചു ഈ അവരുടെ നെറ്റിയിലെ സിന്ദൂരത്തിൻ്റെ നിറമുണ്ടല്ലോ, അതേ നിറം തന്നെയാണ് ഈ ഭീകരരുടെ രക്തത്തിനും ഉണ്ടായിരിക്കണം എന്ന് ഞങ്ങൾ തീരുമാനിച്ചു. ഇന്ത്യ തീരുമാനിച്ചു അത് അത് ആ കളർ മാച്ച് ചെയ്യുന്നുള്ളതാണ്. ആരുടെയൊക്കെ ഈ ഭീകരരായ കൊലയാളികളുടെയും അതുപോലെ തന്നെ കൊലയാളികളെ പറഞ്ഞയച്ചവരുടെയും ആക്രമണം നടത്തിയവരുടെയും രക്തത്തിന് ഇതേ നിറമാണ് എന്ന് ഇന്ത്യ തീരുമാനിച്ചു എന്നാണ്. എന്നിട്ട് ഹി സെയ്സ് വീണ്ടും, അവർ പ്രൈം മിനിസ്റ്റർ ഹാസ് മെയ്ഡ് ഇറ്റ് വെരി ക്ലിയർ ഓപ്പറേഷൻ സിന്ദൂർ വാസ് നെസസറി ബിക്കോസ് ദീസ് ടെററിസ്റ്റ് കെയിം ആൻഡ് വൈപ്ഡ് ദ സിന്ദൂർ ഓഫ് ദ ഫോർഹെഡ് ഓഫ് 26 women by depriving them of their husbands and fathers, their married lives. അതായത് നമ്മുടെ പ്രധാനമന്ത്രി വളരെ ക്ലിയറായിട്ട് വെളിവാക്കി, അർത്ഥശങ്കയ്ക്ക് ഇടയില്ലാത്തവണ്ണം വെളിവാക്കി. എന്ത്? അതായത് ഈ ഭീകരർ വന്നിട്ട്, ഈ കൊലയാളികൾ വന്നിട്ട് അവർ തുടച്ചു മാറ്റിയത് ഇന്ത്യയിലെ 26 സ്ത്രീകളുടെ നെറ്റിയിലെ സിന്ദൂരമാണ് തുടച്ചു മാറ്റിയത്. അങ്ങനെ അത് തുടച്ചു മാറ്റിയതിലൂടെ, അതായത് അവരവരുടെ ഭർത്താക്കന്മാരെ, പിതാക്കന്മാരെ അതേപോലെ തന്നെ കൊന്നൊടുക്കി അവരുടെ ഈ മാരിറ്റൽ ലൈഫ്, അവരുടെ വൈവാഹിക ജീവിതം തന്നെ തകർത്തെറിഞ്ഞു. അതാണ് അവർ ചെയ്തത്. അതിന് പകരം ചെയ്തതാണ് ഇന്ത്യക്ക് അത് തുടച്ചു മാറ്റണമെന്ന് ഉള്ളതാണ് ആ രീതി ചെയ്തവന്മാരെ. അതാണ് എന്ന് നമ്മുടെ പ്രധാനമന്ത്രി പറഞ്ഞു. ഇതാണ് കാര്യം. ഇതിൽ ഞാൻ പറഞ്ഞില്ലേ, ഈ നേരത്തെ ഈ നമ്മുടെ ഒരു പാരാമിലിറ്ററി ട്രൂപ്സ്, സ്പെഷ്യൽ ഫോഴ്സസ്, അവർ പാകിസ്ഥാനിൽ അന്ന് POKയിൽ നമ്മുടെ ലൈൻ ഓഫ് കൺട്രോളൊക്കെ കടന്നു കയറി. ഈ 2014 ഈ ഉറി ഇൻസിഡൻറ്റിന് ശേഷം സെപ്റ്റംബർ 28 or 29 അങ്ങാണ്ടാണെന്നാണ് ഓർമ്മ, അത് കയറി അറ്റാക്ക് ചെയ്തു. അവിടെ കയറി അറ്റാക്ക് ചെയ്തു. ഡസൻ കണക്കിന് ഭീകരരെ കൊന്നൊടുക്കിയിട്ടുണ്ട്. അത് ശരിയുമാണ്. പക്ഷെ അതിന് മുമ്പും ഇത് സംഭവിച്ചിട്ടുണ്ട്. അത് പറഞ്ഞതാണ് ഇപ്പോഴത്തെ വലിയ പ്രശ്നമായത്. ഇതൊക്കെ ഈ ചെറിയ കാര്യങ്ങളല്ലേ. ഒരാൾ സംസാരിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ കുഴപ്പങ്ങൾ ചിലപ്പം വരും. ഉറി ഇൻസിഡൻറ്റിൽ നമ്മുടെ 19 പട്ടാളക്കാരെയാണ് അവർ വീരമൃത്യു വരിച്ചത്. അവരെ ഇവന്മാർ വധിച്ചു, ദയാദാക്ഷിണ്യമില്ലാതെ, ഒരു കാര്യമില്ലാതെ. അതിന് പകരമായിട്ടാണ് യഥാർത്ഥത്തിൽ സെപ്റ്റംബർ 28, 29 ആ തീയതികളിലാണ് അവിടെ കയറി അടിച്ച് നാശമാക്കി. അത് ശരിയാണ്, അത് ചെയ്തതാണ്. പക്ഷേ അതിന് മുമ്പും കയറിയിട്ടുണ്ട്. കാർഗിലിലൊക്കെ നമ്മുടെ കയ്യിൽ നിന്ന് പോയിട്ടുള്ള സ്ഥലം നമ്മൾ തിരിച്ചു പിടിച്ചിട്ടുണ്ട്. നേരത്തെ ലൈൻ ഓഫ് കൺട്രോൾ എന്നൊക്കെ പറയുന്നത് നമ്മളവിടെ മാറ്റിയിട്ടുണ്ട്, അതിന് കടന്നു കയറിയിട്ടുണ്ട്, അത് ചെയ്തിട്ടുണ്ട്. അപ്പം അങ്ങനെ ഒരു തെറ്റ് വന്നുപോയി എന്നുള്ളത് മാത്രമേ ഉള്ളൂ അതിന് കണ്ടത്. അത് ഞാൻ ഇപ്പോൾ വേറെ കാര്യമുണ്ട്. ഇവരെന്താ ഇതിനെ ഈ വിമർശിക്കുന്ന ആളുകൾ എന്താ ചെയ്യുന്നത്? ശശി തരൂർ അവിടെ പോയി എന്ത് പറയണം? അവിടെ പോയി രാഷ്ട്രീയം പ്രസംഗിക്കാൻ പറ്റുമോ? അതിനാണോ പോയേ? അല്ലല്ലോ. കോൺഗ്രസ്സുകാർ അങ്ങനെ ചെയ്തിട്ടുണ്ട്, ഇങ്ങനെ ചെയ്തിട്ടുണ്ട്, അവിടെ ചെന്ന് പറയാൻ പറ്റുമോ? അതല്ലല്ലോ വേണ്ടത്. അവിടെ പോയത് രാജ്യത്തിന് വേണ്ടി സംസാരിക്കാൻ പോയത് രാജ്യത്തിന് വേണ്ടി സംസാരിക്കാൻ പോയി. നല്ല ഭംഗിയായിട്ട് അദ്ദേഹം സംസാരിച്ചു. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പ്രസംഗമാണ് ശ്രീ തരൂർ നടത്തിയത്. നല്ല ഭാഷയിൽ നന്നായിട്ട് അദ്ദേഹം അതവിടെ അവതരിപ്പിച്ചു. ഒരു കുറ്റം അതിന് പറയാൻ ഞാൻ കാണുന്നില്ല. ഒരു തെറ്റും ഞാൻ കാണുന്നില്ല. ഞാൻ ശശി തരൂരിനെ ഞാൻ വിമർശിച്ചിട്ടുണ്ട് പല കാര്യങ്ങളിലും. പക്ഷേ ഈ കാര്യത്തിൽ ശശി തരൂർ പ്രസംഗിച്ചേക്കുന്ന അദ്ദേഹത്തിൻ്റെ പ്രസംഗം എന്ന് പറയുന്നത് വളരെ ശരിയാണ്. നമ്മുടെ പ്രധാനമന്ത്രി പറഞ്ഞ കാര്യം തന്നെയാണ് അദ്ദേഹം അവിടെ പറഞ്ഞത്. ഇനി നമ്മുടെ പ്രധാനമന്ത്രി ഇങ്ങനല്ല പറഞ്ഞില്ല, അല്ലെങ്കിൽ അതൊന്നും മിണ്ടാൻ പാടില്ല, നമ്മുടെ പ്രധാനമന്ത്രി ഈ ശ്രീ നരേന്ദ്രമോദി അല്ല എന്നവിടെ പോയി പറയാൻ പറ്റുമോ? പറ്റത്തില്ലല്ലോ. അദ്ദേഹം ഉള്ള കാര്യമാണ് പറഞ്ഞത്. ഈ പറഞ്ഞതിനകത്ത് തെറ്റൊന്നുമില്ല. ഇങ്ങനെ ഒരു ചെറിയ മിസ്റ്റേക്ക് കടന്നുകൂടി എന്ന് ഒഴിച്ചാൽ വേറെ ബാക്കി കാര്യങ്ങൾ പറഞ്ഞത് ഓപ്പറേഷൻ സിന്ദൂരിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ പ്രധാനമന്ത്രി അതിന് മുമ്പ് തന്നെ വെളിവാക്കിയിരുന്നു. ഇതിൻ്റെ പുറയിൽ ഇതിൽ ആരൊക്കെ ഉണ്ടോ അവനെ എല്ലാം എവിടെ പോയാലും അവനെ ഓടിച്ചിട്ട് പിടിക്കും, എവിടുന്നായാലും അവനെ റെഡിയാക്കും, നിയമത്തിന് മുമ്പ് കൊണ്ടുവരും എന്ന് അദ്ദേഹം പറഞ്ഞതാണ്. അതിനി നമ്മുടെ പ്രധാനമന്ത്രി പറഞ്ഞ കാര്യം ശ്രീ തരൂർ പറഞ്ഞപ്പോൾ എന്താ കുഴപ്പം അതിനകത്ത്? അവിടെ പോയി എന്നാൽ ഇത് പറയാൻ പാടില്ലെന്നുള്ളതാണോ? എനിക്ക് തോന്നുന്നില്ല. അതൊക്കെ എന്നൊക്കെ പറഞ്ഞാൽ ഒരാളെ, അതായത് ഇഷ്ടമില്ലാത്ത അച്ചി തൊട്ടതെല്ലാം കുറ്റം എന്ന് പറയുന്ന പോലെ ഈ തരൂരിൻ്റെ വാചകങ്ങൾ അങ്ങനെ പുറകെ നടക്കേണ്ട കാര്യമില്ല. ഒരു ഡെലിഗേഷനായിട്ട് പോയി രാജ്യത്തിന് വേണ്ടി സംസാരിക്കണം. അദ്ദേഹം അവിടെ പോയി രാജ്യത്തിന് വേണ്ടി തന്നെയാണ് സംസാരിക്കേണ്ടത്. പിന്നെ വിമർശിക്കുന്നവരെന്താ വിചാരിക്കുന്നത്? നമ്മുടെ രാജ്യത്തിന് വേണ്ടി സംസാരിക്കണ്ടേ അവിടെ പോയിട്ട്? അത് ചെയ്തതാണോ കുറ്റം? ഇങ്ങനെയുള്ള വിമർശനങ്ങൾ ശരിയല്ല. ശ്രീ തരൂർ പറഞ്ഞത്
ശരിയായ കാര്യങ്ങളാണ്. അതിനെ നമ്മൾക്ക് യഥാർത്ഥത്തിൽ സ്വാഗതം ചെയ്യപ്പെടേണ്ടതാണ്. നല്ല രീതിയിൽ ഇത് അവതരിപ്പിച്ചതിന് വലിയ കയ്യടിയൊക്കെ അദ്ദേഹത്തിന് കിട്ടിയതാണ് ഈ പനാമ പ്രസംഗത്തിൽ. അതുകൊണ്ട് ഞാൻ അതിനകത്ത് തെറ്റൊന്നും കാണുന്നില്ല.